ചാനലിൽ ചെയ്യാനുള്ള. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പെരുന്നാളിന് വരുന്ന പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിനൊരു വർക്ക് നമ്മുടെ ഫാമിലി ആയിട്ടൊരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനലല്ല, റൈം ടൂൺസ് എന്ന് പറഞ്ഞ ചാനലിലുള്ള സനൂഫർ സനുവാണ് അത് എഴുതിയിട്ടുള്ളത്. കലിയിൽ നിന്നാണ് ആ ഒരു പെരുന്നാൾ വർക്കിൻ്റെ പേര്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് 19-ാം തീയതി യൂട്യൂബിൽ റിലീസാവുന്നതാണ്. അപ്പോൾ ആ വർക്ക് നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പെരുന്നാളിൻ്റെ നമ്മുടെ ഒരു സമ്മാനമായിട്ട് എല്ലാവരും കാണണം. ഖലീൽ ഇബ്രാഹിം നബിയുടെ ഒക്കെ ചരിത്രം പറയുന്നൊരു പാട്ടാണ്. പലപ്പോഴായിട്ട് നമുക്കറിയാം നമ്മുടെ ഈ ഓരോ വളർച്ചയിലും അല്ലെങ്കിൽ നമ്മുടെ ഈ കലാരംഗത്തൊക്കെ വിവാദങ്ങൾ വേഗം പുറകെ കൂടി വരാം. അങ്ങനെ എന്തെങ്കിലും വല്ലതും ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു പാട്ട് പാടുക, എന്തെങ്കിലും ഒരു ടീമിൻ്റെ വർക്കാണ് അത് പോയി പാടുക വരിക, അല്ലാണ്ട് അതിനെക്കുറിച്ച് വേറെ അനാവശ്യ ചർച്ചകളോ അങ്ങനെ ഒന്നിലും ഞാൻ നിൽക്കാറില്ല പൊതുവെ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മളീ പറഞ്ഞതുപോലെ താങ്കൾ തുടക്കം കുറിക്കുന്നു, ഭാര്യ അതിലേക്ക് വരുന്നു, മകൻ വരുന്നു, മകൾ വന്നു, എല്ലാവരുമായി പ്രേക്ഷകർ സ്വീകരിച്ചു. ഈ പ്രേക്ഷകരോട് താങ്കൾക്ക് പറയാനുള്ളതും പങ്കുവെക്കാനുള്ളതും എന്താണ്? ഞങ്ങൾ ഈ ഇരിക്കുന്ന ഈ ഒരു ഇൻ്റർവ്യൂവിൽ പോലും ഇരിക്കാൻ കാരണം പ്രേക്ഷകരാണ്. പ്രേക്ഷകർ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങളെ ഏത് രീതിയിലും കമൻറ്റിലൂടെ എല്ലാ ഉപദേശങ്ങളും എല്ലാം തരുന്നത് പ്രേക്ഷകരാണ്. പ്രേക്ഷകരില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളില്ല. ഒരു കലാകാരൻ, എല്ലാ കലാകാരന്മാരുടെയും അവസ്ഥ അതാണ്. പ്രേക്ഷകർ അവരുടെ മനസ്സിൽ സ്ഥാനമില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല. അപ്പം അത് എല്ലാ കലാകാരന്മാരും മനസ്സിലാക്കുക. അതുപോലെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടും പ്രോത്സാഹനവും പ്രാർത്ഥനയും എല്ലാം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണം. നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, താങ്കളോട് ചോദിക്കുകയാണ്. കാരണം ചെറുതിലെ പാടുകയും പിന്നീട് സ്കൂൾ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ പാടുകയും കുട്ടിക്കാലത്തെ നമ്മുടെ കാണുന്നു, ഇദ്ദേഹത്തെ കാണുന്നു, സ്നേഹത്തിലാവുന്നു, പ്രണയത്തിലാവുന്നു, വിവാഹം കഴിച്ചു. അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരാളെ ഭർത്താവായിട്ടും ഈ മക്കളെ ലഭിച്ചതിലുള്ള സന്തോഷം കൂടി എങ്ങനെ പങ്കുവയ്ക്കുന്നു? അതെന്താ വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, വാക്കിനപ്പുറത്താണ്. കാരണം അങ്ങനെയുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പോലും ഞാൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ മക്കളിലൂടെ ആയാലും ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടും ഫാമിലിയിൽ നിന്ന് എല്ലാവരുടെ നല്ല സപ്പോർട്ടാണ്. പഠിച്ചുകൊണ്ടെടുത്ത് നന്ദി പറയുന്ന അത്ര തന്നെ എല്ലാവരോടും. പലപ്പോഴായിട്ട് ഈ നമുക്കറിയാം, പലപ്പോഴും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പെൺകുട്ടികൾ ഈ പാട്ട് രംഗത്തേക്ക്